ഹലോ, ഞാൻ സിദ്ദീഖാണ്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അഗത്തിയിലാണുള്ളത്. അഗത്തിയിലെ രണ്ടാമത്തെ ദിവസം ഏകദേശം ഉച്ചയ്ക്കൊരു 3 മണിക്ക് നമ്മൾ കൽപ്പറ്റി ഐലൻഡിലേക്ക് പോവുകയാണ്. കൽപ്പറ്റി ഐലൻഡിലേക്ക് നമ്മൾ പോകുന്നത് ഗ്ലാസ് ബോട്ടിലാണ്. ഗ്ലാസ് ബോട്ട് എന്ന് പറയുമ്പം ഇതുപോലെ ഇതിൻ്റെ പ്ലാറ്റ്ഫോം ഇതുപോലെ ഗ്ലാസ് ആയിരിക്കും. ഇത് കടലിൻ്റെ അടിയിലെ കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്ലാസ് ബോട്ടിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം 3500-4000 രൂപയാണ് ഇതിൻ്റെ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ കർണാടകയിലുള്ള ഒരു കപ്പിൾസിനെ കൂടി നമുക്ക് ഷെയറിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും എമൗണ്ട് കുറച്ച് കൊടുത്താൽ മതി. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പോക്ക്. പലരും എമൗണ്ട് പറയണം, എക്സ്പെൻസ് പറയണം എന്ന് പറയുന്നതുകൊണ്ടാണ് ഈ എക്സ്പെൻസ് ഇപ്പോൾ കൂട്ടിച്ചേർത്തത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ യാത്ര പോവുകയാണ്. ഈ യാത്രയിൽ ഇപ്പോൾ കടലിൻ്റെ അടിയിലെ കാഴ്ചകൾ, വലിയ ആമ, അതുപോലെ തന്നെ മത്സ്യങ്ങൾ, വർണ്ണ മത്സ്യങ്ങൾ, കടലിൻ്റെ അടിയിലുള്ള മറ്റ് പവിഴ പുറ്റുകൾ, അങ്ങനെ മറ്റനേകം കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ യാത്ര പോകുന്നത്. അപ്പോൾ ഇതാണ് കടലിൻ്റെ അടിയിലെ കാഴ്ച. ആമയെ കണ്ടിരുന്നു, വലിയ ആമയെ കണ്ടിരുന്നു, പക്ഷേ അതിൻ്റെ വിഷ്വൽ കിട്ടിയില്ല. അപ്പോൾ ഇതാണിത്. ഈ ഗ്ലാസ്സിൽ നമ്മൾ മൊബൈൽ വെച്ച് എടുത്ത വിഷ്വലാണ്, അതുകൊണ്ടാണ് ഇത്ര ഒരു ക്ലിയർ ഉള്ളൂ. പക്ഷേ നമ്മളൊരു ഗോപ്രോ ആയിട്ടൊക്കെ പോവുകയാണ്, ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഗോപ്രോ ഒക്കെ നമ്മൾ വെള്ളത്തിലിട്ട് വിഷ്വൽ എടുക്കാൻ പറ്റും. നല്ല അടിപൊളി വിഷ്വലായിരിക്കും. അപ്പം പോകുമ്പോൾ അങ്ങനെ ഗോപ്രോ ഒക്കെ ഉള്ളവർ അങ്ങനെ പോയി വീഡിയോ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ കടലിൻ്റെ അടിയിലെ അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് യാത്ര. മീനുകളെ ആകർഷിക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുക്കും ബോട്ടിലുള്ളവർ. അപ്പോൾ അങ്ങനെ ഒരുപാട് വർണ്ണ മത്സ്യങ്ങളും അങ്ങനെ മറ്റനേകം പവിഴപ്പുറ്റുകളും മറ്റ് പല നമ്മൾ കാണാത്ത കടലിൻ്റെ അടിയിലെ പല ജീവികളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ കൽപ്പറ്റി ഐലൻഡിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. കൽപ്പറ്റി ഐലൻഡിൽ ലാൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ അതിനകത്തുകൂടെ, അത് ആൾതാമസമില്ലാത്ത ഒരു ദ്വീപാണ് ഈ കൽപ്പറ്റി ഐലൻഡ്. ഇത് അഗത്തിക്ക് അടുത്ത് തന്നെയാണുള്ളത്. അഗത്തിൻ്റെ ഏകദേശം ഒരു പടിഞ്ഞാറ് ഭാഗത്തൊക്കെ ആയിട്ട് വരും. അപ്പം ആ ദ്വീപിനുള്ളിലാണ്, കൽപ്പറ്റി ദ്വീപിനുള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഇവിടെ ബീക്കുഞ്ഞിപ്പാറ എന്ന് പറഞ്ഞൊരു പാറയുണ്ട്. മുമ്പ് ഞാൻ ചെറിയൊരു ഷോട്ട് ചെയ്തിരുന്നു. ഇവിടെ ഒരു ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിച്ചിരുന്ന ഒരു ബീക്കുഞ്ഞി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒളിച്ച് താമസിച്ച ഒരു സ്ഥലമാണ് ഇപ്പോൾ ഈ ബീക്കുഞ്ഞിപ്പാറ എന്ന് അറിയപ്പെടുന്ന ഈ ഒരു സ്ഥലം. ഇവിടെ പ്രത്യേകിച്ച് ഇങ്ങനെ കുറേ കുറ്റിക്കാടുകളും ചെടികളും ഒക്കെ അല്ലാതെ മറ്റു മരങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അങ്ങനെ വിജനമായി കിടക്കുന്ന ഒരു ഏരിയ മാത്രമാണ്. ഇതാണ് ഈ ബീക്കുഞ്ഞിപ്പാറ എന്ന് പറയുന്ന ഈ ഒരു പാറ. ഇരിക്കുന്ന ഈ ഒരു ഭാഗമാണ്. ഇതുണ്ട്, ഇവരിയ്ക്കുന്ന ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു ഹോളായിട്ടുണ്ട്, ഒരു ഗുഹ പോലെ ഉണ്ട്. ഇതാണ് ബീക്കുഞ്ഞിപ്പാറ എന്ന് അറിയപ്പെടുന്നത്. ആ സ്ത്രീ ഇവിടെയാണ് ഒളിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇപ്പോൾ വെയിലിറക്കത്തിൻ്റെ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് 100-150 മീറ്ററോളം നമുക്ക് കടലിലേക്ക് ഇങ്ങനെ നടന്ന് പോകാം. പക്ഷേ ചെരുപ്പിടാതെ നടക്കാൻ ബുദ്ധിമുട്ടാണ്.
കാലിന് പണി കിട്ടും. അതുകൊണ്ട് ഞാൻ വല്ലാതെ കൂടുതൽ പോയിട്ടില്ല. ഞാൻ ചെരുപ്പിടാതെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഷൂ ഊരി വെച്ച് അധികം നടക്കാൻ പറ്റില്ല, കാലെന്തായാലും മുറിവാകും. അപ്പോൾ അതുകൊണ്ട് നല്ല മൂർച്ചയുള്ള ഈ ഒരു കോറൽസ് ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം അങ്ങോട്ട് പോയിട്ടില്ല. അപ്പം കുറച്ചൊക്കെ അങ്ങോട്ട് പോയി ഇങ്ങനെ കോറൽസിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോയി നല്ല പല കോറൽസിൻ്റെ പല കളേഴ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ പലതൊക്കെ കാണാനുണ്ട്. പിന്നെ കടൽ വെള്ളരി എന്ന് പറഞ്ഞ സാധനമുണ്ട് ഇവിടെ. ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് കൽപ്പട്ടി ഐലൻഡ്. അപ്പം ഇവിടുന്ന് ഏകദേശം തിരിച്ച് യാത്ര ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അഗത്തി ഐലൻഡിൻ്റെ ഈ സ്റ്റാർട്ടിങ്ങാണ് നമ്മൾ കാണുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം 1 കിലോമീറ്റർ എയർപോർട്ടാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇവിടുന്ന് ഇങ്ങനെ ക്യാമറ ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ചാൽ, വലത്തോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ്. നമ്മളിപ്പം കൽപ്പട്ടിയിലാണുള്ളത്. നമ്മൾ അഗത്തിൻ്റെ വിഷ്വലാണ് ഇപ്പം നേരത്തെ കാണിച്ചത്. ഇത് കൽപ്പട്ടി ഐലൻഡാണ്. കൽപ്പറ്റി ഐലൻഡ് ഇങ്ങനെ കിടക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ കാടിനകത്തേക്ക് കയറി അപ്പുറത്ത് വേറെ ബീച്ചാണ്. അങ്ങനെ ഏകദേശം നേരം ഇരുട്ടി തുടങ്ങി, സൺസെറ്റൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മൾ തിരിച്ച് യാത്ര ചെയ്യുകയാണ് അഗത്തിയിലേക്ക്. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. അപ്പം പറ്റാവുന്നവരൊക്കെ അഗത്തി, ലക്ഷദ്വീപ്, അഗത്തിയൊക്കെ നമ്മൾ പോയി എക്സ്പ്ലോർ ചെയ്ത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക. അത്ര പറയാനുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.